ഇത് നമ്മളെ പപ്സ് ഉണ്ടാക്കാനായിട്ട് ഒരു സ്ക്വയർ പീസാണല്ലോ വേണ്ടത്. അപ്പോൾ സൈഡിൽ കട്ട് ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ അധികം വീതിയില്ലാതെ ഇങ്ങനെ നീളത്തിൽ കിട്ടി. അപ്പോൾ ഞാനത് 2-3 നീർത്തി വെച്ച്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പപ്സിൻ്റെ മസാല ഉണ്ടല്ലോ, അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഞാനിങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യണത്. എൻ്റെ കൈമത്തെ പൊടിയൊന്നും നോക്കണ്ട കേട്ടോ, കാരണം അത് ഈ മാവ് കുഴയ്ക്കുമ്പോഴും അതുപോലെ മാവ് എതിർമ്പൊക്കെ ഉണ്ടായതാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ചുരുട്ടി വെച്ചു. എന്നിട്ട് ഞാനിതുപോലെ കത്തിയോണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ ആ തെറ്റൻ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പതുക്കെ ഒന്ന് പരത്തി കൊടുത്തു കേട്ടോ. നമ്മുടെ ചപ്പാത്തി കോലില്ലേ, അത് വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് പരത്തി കൊടുത്തു. എന്നിട്ട് ഇത് ഞാൻ ബേക്ക് ചെയ്യാനാണ് പോണേ കേട്ടോ. അങ്ങനെ 2 പീസ് ഉണ്ടായി. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ചെറിയ സ്നാക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു, ഒന്ന് പരത്തി. ഇനി ഇത് നമ്മൾ മുകളിൽ, ഇത് രണ്ടിൻ്റെയും മുകളിൽ ഒന്ന് എഗ് വാഷ് ചെയ്തു കേട്ടോ ചെറുതായിട്ട്. അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു ഭംഗിയല്ലേ, ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. എഗ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മൊരിഞ്ഞ് ഒരു ബ്രൗൺ കളറൊക്കെ വരും. അതെ, എഗ് വാഷ് ചെയ്തു. നമുക്കത് ബേക്ക് ചെയ്യാനായിട്ട് കൊണ്ടുപോകാം കേട്ടോ. ബേക്കിംഗ് ട്രേയിൽ അപ്പോൾ ഇരിക്കണേ. എന്നിട്ടാണ് എഗ് വാഷ് ചെയ്തത്. താഴെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ബേക്ക് ചെയ്തത്. 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തത് കേട്ടോ. ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതായത് ഇങ്ങനെ ഇരിക്കുന്നു സാധനം. കൈ കൊണ്ട് ഇങ്ങനെ തൊട്ടപ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാൻ തൊട്ടില്ലേ, കാരണം എല്ലാവരും മുന്നിലും വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ അതെടുക്കുകയാണ്. എടുത്ത് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് കഴിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വീറ്റ് പൊറോട്ട ഉണ്ടാക്കില്ല ആ ഒരു പോലെ തന്നെ, പക്ഷേ സ്വീറ്റിന് പകരം കുറച്ച് എരിവൊക്കെ ആയിട്ട്. ഈ ഞാൻ സവോള വഴറ്റി ചെയ്ത് വെച്ചതിന് പകരം മീറ്റിൻ്റെ മിക്സൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ചിക്കൻ്റെ മിക്സൊക്കെ വെച്ച് കൊടുത്താൽ പൊളി ഐറ്റവും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാധനം. അപ്പോൾ മധുരമല്ലാതെ എരിവ് വെച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കാം കേട്ടോ, സ്പൈസി ആയിട്ട്.